ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജിക്ക് തേർഡ് പാർട്ടി നൽകുന്ന ലെസൺസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു മസ്കുലൈൻ എനർജിയുടെ 3D ലൈഫിൽ കാണപ്പെടുന്ന ജോലിയാവാം, കൂട്ടുകാരാവാം, പേരൻസ് ആവാം, ഫാമിലി ആവാം, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, അല്ലെങ്കിൽ ഒരു ലൈഫ് പാർട്ട്ണർ ആവാം. ഇവിടെ ഇൻ പെർട്ടിക്കുലർ ആയിട്ട് ഒരു ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ലവ് ഇൻട്രസ്റ്റിൻ്റെ കാര്യം, ആ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഫെമിനൈൻ എനർജിയുടെ ഷാഡോ സെൽഫ് ആയിരിക്കും. അതായത് മസ്കുലൈൻ എനർജിയുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫെമിനൈൻ എനർജിയുടെ ഷാഡോ സെൽഫ് ആയിരിക്കും. അപ്പോൾ ഈ ജേർണിയിൽ വരുമ്പോൾ നമ്മൾ ഇനിഷ്യൽ ഡേയ്സ് തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഷാഡോ സെൽഫിനെ ഹീൽ ചെയ്യുമെന്നുള്ളത്, അല്ലേ? ഷാഡോ സെൽഫ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് തോട്ട് പാറ്റേൺ അടക്കമുള്ള കാര്യങ്ങൾ, അത് ആങ്കർ ഇഷ്യൂസ് ആവാം, ജലസി ആവാം, കോ ഡിപ്പെൻഡൻസി ആവാം, കൺട്രോളിങ് ആവാം, ലോൺലിനെസ് ആവാം, ഈഗോ ആവാം, ഇതൊക്കെ നമുക്ക് ഷാഡോ സെൽഫിൽ വരും. അപ്പോൾ ഒരു ഫെമിനൈൻ എനർജി എങ്ങനെയൊക്കെ തൻ്റെ ഷാഡോ സെൽഫിനെ ഹീൽ ചെയ്ത് ലൈറ്റിലേക്ക് വരുന്നുവോ, ഡാർക്ക്നെസ്സിൽ നിന്നും ലൈറ്റിലേക്ക് വരുന്നുവോ, അപ്പോൾ ഓപ്പോസിറ്റ് തൻ്റെ സോൾ, അതായത് തൻ്റെ കൗണ്ടർ പാർട്ടിൻ്റെ 3D ലൈഫിൽ നിൽക്കുന്ന ഷാഡോ സെൽഫ് അങ്ങനെ പവർലെസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഇനിഷ്യലി ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വരുന്ന ഏതൊരു തരത്തിലുള്ള ഇമോഷനെയും ഹീൽ ചെയ്യാനായിട്ട് അവർ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് മിറർ ചെയ്താണ് കാണിക്കുന്നത്. നമ്മളുടെ ആ ഒരു ട്രൂ പൊട്ടൻഷ്യലില്ല, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ഫെമിനൈൻ്റെ ഫോം എന്ന് പറയുന്നത് ലവ് ആൻഡ് ലൈറ്റ് ആണ്, ലൈറ്റിൻ്റെ ഫോമാണ്. അറ്റ് ദ സെയിം ടൈം അൺകണ്ടീഷണൽ ലവ് ലോകത്തിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും അൺകണ്ടീഷണലായിട്ട് ലവ് ഉള്ളവരാണ്. പക്ഷേ അതിലേക്ക് ടാപ്പിങ് ചെയ്യണമെങ്കിൽ അവരുടെ ഷാഡോ സെൽഫിനെ ഹീൽ ചെയ്തേ മതിയാവത്തുള്ളൂ. ഈ ഷാഡോ സെൽഫിനെ ഒക്കെയും ശരിക്കും നമുക്ക് ഒരു മിറർ പോലെ കാണിച്ചു തരുന്നത് നമ്മുടെ തേർഡ് പാർട്ടിയാണ്. നമ്മുടെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൗണ്ടർ പാർട്ടിൻ്റെ ലൈഫിലുള്ള ഒരു ലൈഫ് പാർട്ട്ണർ ആവാം, അല്ലെങ്കിൽ ഒരു ലവ് ഇൻട്രസ്റ്റ് ആവാം, അവരായിരിക്കും. അതായത് നമ്മളുടെ ജേർണിയിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി നമ്മൾക്ക് ലെസൺസ് പഠിപ്പിക്കുക എന്നുള്ളത്, ഒബിയസ്ലി അത് നമ്മുടെ കൗണ്ടർ പാർട്ട്, അതായത് മസ്കുലൈൻ എനർജിക്കും ഒരു ലൈഫ് ലെസൺസ് പഠിപ്പിക്കുന്നത് ആ ഒരു സോളായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഫെമിനൈൻ എനർജിയിൽ കിടക്കുന്ന ഷാഡോ സൈഡിനെ കാണിച്ചു തന്ന് അതിന് ക്ലിയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ഈ തേർഡ് പാർട്ടി തന്നെയാണ്. അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടിയുടെ റോളായിരിക്കും നമ്മുടെ ജേർണിയിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഇനിയും തേർഡ് പാർട്ടി ഉള്ള ജേർണീസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുന്ന ഒരു കാര്യം, മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ ജേർണിയിൽ ശരിയും തെറ്റുമൊന്നുമില്ല, എല്ലാം ലെസൺസ് ആണ്. അപ്പോൾ നമ്മൾ ആ പഠിക്കാൻ വൈകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഫെമിനൈൻ എനർജി ഒരു എംപാത്താണ്. അപ്പോൾ എല്ലായ്പ്പോഴും ഓവർ ഗിവിങ് ആയിരിക്കും. ഈ ജേർണി ഫെമിനൈൻ എനർജീനെ പഠിപ്പിക്കുന്നത് ആദ്യം സെൽഫ് കാര്യങ്ങൾക്കായിട്ട്, അതായത് സ്വന്തം കാര്യങ്ങൾക്കായിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കുക എന്നതാണ്. എന്നാൽ തേർഡ് പാർട്ടിയുള്ള കേസുകളിൽ നമ്മളുടെ തോട്ട് പാറ്റേണിൽ നമ്മൾ എന്ത് കൊണ്ടുവരും? ഇനിയൊരു സോളിൻ്റെ, അല്ലെങ്കിൽ അവർ ലൈഫിലുണ്ട്, അവരുടെ ലൈഫ് ഞാനായിട്ട് പ്രശ്നത്തിലാക്കരുത് എന്നുള്ളത്. ഇവിടെ ഫെമിനൈൻ എനർജി ഒന്ന് ഓർക്കണം, ഓൾറെഡി അപ്പുറത്ത് നിൽക്കുന്ന കൗണ്ടർ പാർട്ട് നമ്മൾ തന്നെയാണ്. അത് ഓൾറെഡി ഡിവൈനാൽ ഗൈഡ് ചെയ്തപ്പെട്ട ഒരു കാര്യമാണ്. ദിസ് ഈസ് യോഴ്സ് എന്ന് പറയുന്നത്, അത് നിങ്ങളുടേതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ തോട്ട് പാറ്റേൺ മാറ്റേഴ്സ് ആണ്. അപ്പോൾ ഇത് ഒരു യൂണിയനിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിക് വേയിനേക്കാളും ബിയോണ്ടായിട്ട് ഒരു സ്പിരിച്വൽ വേയിൽ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിയനിലേക്ക് വരുന്നത്. ഓഫ് കോഴ്സ് റൊമാൻസ് കാണും, ഇല്ല എന്നല്ല, പക്ഷേ അതിലും ഉപരിയായിട്ടുള്ള ഒരു സോൾ പർപ്പസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന തോട്ട് പാറ്റേൺ അവരുടെ ലൈഫ് അവർ ഞാനായിട്ട് ഡിസ്റ്റർബ് ചെയ്യരുത്. ഇവിടെ അഗെയിൻ ഞാനെന്ന് പറയുന്നത് ഈഗോ സെൽഫാണ്. കാരണം
ഈ ജേർണി എൻറ്റയർലി കൺട്രോൾഡ് ബൈ ഡിവൈൻ ആണ് അല്ലേ? അപ്പോൾ ഈ ഡിവൈൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങൾ ആ ഒരു സോളുമായിട്ട് നമ്മുടെ കൗണ്ടർ പാർട്ടിന് 3D ലെവലിലുള്ള സോൾ എഗ്രിമെൻ്റ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു തോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അവിടെ. കാരണം എന്താന്ന് പറഞ്ഞാൽ ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് മാസ്റ്റർ മാനിഫെസ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്താണോ ആലോചിക്കുന്നത്, നമ്മൾ എന്തിനെയാണോ ചൂസ് ചെയ്യുന്നത്, അതായിരിക്കും നമ്മുടെ ലൈഫിലും നമ്മുടെ സോളിൻ്റെ, അതായത് നമ്മുടെ കൗണ്ടർ പാർട്ടിൻ്റെ ലൈഫിലും നടക്കുക. അപ്പോൾ നമ്മൾ എത്രത്തോളം പവർഫുള്ളാണ്, ആ പവറിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് അതൊരു ഫെമിനൈൻ എനർജിയുടെ കയ്യിൽ മാത്രമാണ്. അപ്പോൾ ആ ഒരു തോട്ട് പാറ്റേണെയും ലെറ്റ് ഗോ ചെയ്യുക, സറണ്ടർ ചെയ്യുക അതിനെയും. കാരണം ഇതെല്ലാം എഗെയിൻ നമ്മളുടെ കയ്യിലുള്ള കാര്യമല്ല, നമ്മളങ്ങനെ ആലോചിക്കേണ്ട കാര്യവുമില്ല. എമ്പതി ഓക്കെയാണ്, പക്ഷേ ഓവർ ഗിവിങ് ഒരിക്കലും ആവരുതെന്നുള്ള ഒരു ലെസണും കൂടെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ മീനിങ് 3Dയിൽ പോയിട്ട് നമ്മളവിടെ ഡിസ്റ്റർബ് ചെയ്യുകയൊന്നുമല്ല, നമ്മളെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ക്ലെയിം ചെയ്യുക എല്ലായ്പ്പോഴും ട്വിൻ ഫ്ലെയിം യൂണിയനെ. കാരണം ഈ ഒരു ജേർണിയിൽ എഗെയിൻ ഫെമിനൈൻ എനർജി എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നടക്കാൻ പോകുന്നത്. എഗെയിൻ അത് മാനിഫെസ്റ്റേഷൻ പവർ തന്നെയാണ്. അടുത്തതായിട്ട് ഈ ഒരു ലെസൺ പഠിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അതായത് തേർഡ് പാർട്ടി തരുന്ന ലെസൺ പഠിക്കാനായിട്ട് ചെയ്യേണ്ടത് കാർമിക് ക്ലിയറൻസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ റിലേറ്റഡ് മെഡിറ്റേഷൻസ് മേ ബി ഒരു ഫെമിനൈൻ എനർജിയുടെ ലൈഫിൽ കാർമിക്സ് ഒക്കെയും ക്ലിയർ ആയി കഴിഞ്ഞിരിക്കും. എങ്കിൽ പോലും ഈ ഒരു മെഡിറ്റേഷൻ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. കാരണം സോൾ ലെവലിൽ ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടി ഇന്നർ വർക്ക് ചെയ്യുന്നത് ഫെമിനൈൻ എനർജി തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ഡീപ്പ് ഇൻസൈഡിൽ നമ്മളുടെ കൗണ്ടർ പാർട്ടുമായിട്ട് നമ്മൾ എവിടെയാണ് ഒരു സെപ്പറേഷൻ കോൺഷ്യസ്നെസ്സിൽ ജീവിക്കുന്നത്. അതായത് ഞാനും എൻ്റെ ട്വിൻ ഫ്ലെയിമും ഒന്നാണ് എന്നുള്ള ഒരു ഇത് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഡീപ്പ് ഡൗണിൽ നമ്മൾ അവരെ ഒരു അതർ ബോഡി ആയിട്ട് കാണുകയോ അതർ പേഴ്സണായിട്ട് കാണുന്നതോ ഒക്കെ എവിടെയാണ് അതിൻ്റെ ഒരു കോർ റീസണിലേക്ക് പോയിട്ട്, കോർ അപ്സെറ്റിലേക്ക് പോയിട്ട് അതൊക്കെയും ഹീൽ ചെയ്യാനും കൂടിയാണ് ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മസ്കുലൈൻ എനർജിയുടെ ലൈഫിൽ നിന്ന് അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ഇല്യൂഷൻ മാത്രമാണ്. നമ്മൾക്ക് ലെസൺ നൽകാൻ വേണ്ടി വന്ന ഒരു സോളാണെന്ന് മനസ്സിലാക്കി അവിടെ ബ്ലെസ്സിങ്സ് കൊടുക്കുക. തേർഡ് പാർട്ടിക്ക് എല്ലായ്പ്പോഴും ബ്ലെസ്സിങ്സ് കൊടുക്കുക. അതല്ല ഇനി നിങ്ങൾക്ക് അതർ ദാൻ ബ്ലെസ്സിങ്സ്, ഗ്രാറ്റിറ്റ്യൂഡ്, എന്ത് ഇമോഷനാണ് വരുന്നതെന്ന് മനസ്സിലാക്കി അതിനെ മിറർ എക്സസൈസിലൂടെ ഹീൽ ചെയ്തുകൊണ്ട് നമ്മളുടെ പർപ്പസ് എന്താണെന്ന് എല്ലായ്പ്പോഴും അവയർനെസ്സിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പർപ്പസിന് വേണ്ടി വർക്ക് ചെയ്യുക. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.